ഇടുക്കി പാക്കേജിന്റെ കോടികൾ എവിടെ? വിവാദത്തിന് തിരികൊളുത്തി മുൻ ധനമന്ത്രിയുടെ കുറ്റസമ്മതം. ടി.എം. തോമസ് ഐസക്ക് ഇടുക്കി വികസന പാക്കേജിംഗ് പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ആത്മവിമർശനം നടത്തിയത്. പാക്കേജിനെ ചൊല്ലിയുള്ള ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ അവകാശവാദങ്ങൾ പൊളിക്കുന്നതായിരുന്നു പരാമർശം. ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന പരാതിയുണ്ടെന്നും പാക്കേജ് പ്രഖ്യാപിച്ചതുകൊണ്ടോ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതുകൊണ്ടോ കാര്യമില്ലെന്നും CPI ജില്ലാ സെക്രട്ടറി K. സലീംകുമാറും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. CPI ശാന്തൻപാറ മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സലീം. 2019 പുനർജനി പദ്ധതി പ്രകാരം 5000 കോടി, 2020 ഇടുക്കി പാക്കേജിനായി 1000 കോടി, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മുഖ്യമന്ത്രി കട്ടപ്പനയിലെത്തി പ്രഖ്യാപിച്ച 12000 കോടി, 2022-23, 2023-24, 2024-25 സാമ്പത്തിക വർഷങ്ങളിലായി 75 കോടി രൂപ വീതം, ആകെ 225 കോടി എന്നിങ്ങനെ സർക്കാർ വാഗ്ദാനമായി പറഞ്ഞത് 18000 കോടി. സലീമിന്റെ വാദം ശരിവെക്കുന്നതാണ്. തോമസ് ഐസക്കിന്റെ ആത്മവിമർശനം യഥാർത്ഥ സംഭവങ്ങളിലേക്ക് കടക്കാൻ ഈ വിവാദം വഴിതെളിക്കുമെന്ന് വേണം കരുതാൻ.